ഇപ്പോൾ സഭ വീണ്ടും പാർലമെന്റ് വീണ്ടും സമ്മേളിക്കുമ്പോൾ രാജ്യസഭയിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയം വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ്. അവിടെ ബഹളം തുടരുന്ന കാഴ്ചയാണ്. രാജ്യസഭയിൽ നിന്നുള്ള കാഴ്ചയിലേക്ക്. രാജ്യസഭ വീണ്ടും പിരിയാണ്. 2 മണിവരെ നിർത്തിവച്ചിരിക്കുന്നു. ഇന്ന് പ്രതിപക്ഷ ബഹളം വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. അടുത്ത ലോക്സഭയിലെ കാഴ്ചയിലേക്കാണ്. 12 മണിക്ക് വീണ്ടും സമ്മേളിച്ച രാജ്യസഭ 2 മണിവരെ നിർത്തി. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം തുടരുന്നു. സുനിൽ ഇപ്പോൾ രാജ്യസഭ വീണ്ടും സമ്മേളിച്ച് നിർത്തിവെച്ചിരിക്കുന്നു 2 മണിവരെ. ലോക്സഭയിലും ബഹളം തുടരുകയാണല്ലോ. സ്മൃതി, രാജ്യസഭാ നടപടികൾ ഏതായാലും ഇപ്പോൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തിൽ 2 മണിവരെ വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ അതേസമയം ബഹളം തുടരുകയാണ്. അങ്ങനെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം വളരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷ ബഹളത്തിൽ ആദ്യം പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെച്ചു. ഇപ്പോൾ 12 മണിക്ക് ഇരുസഭകളും സമ്മേളിച്ചപ്പോൾ രാജ്യസഭയിലും ബഹളം ശക്തമായിരുന്നു. രാജ്യസഭ ഇതേ തുടർന്ന് 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ബഹളം തുടരുകയാണ്. ലോക്സഭയിൽ ഇപ്പോൾ ശൂന്യവേളയാണ്. ശൂന്യവേളയിൽ ഇപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമം ചർച്ച ചെയ്യണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കോൺഗ്രസും CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിനായി നൽകിയിരുന്നു. നേരത്തെ വലിയ ബഹളമായിരുന്നു. പ്രതിപക്ഷം സഭയുടെ അന്തസ്സ് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു രാവിലെ സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാണിച്ചത്. സഭയുടെ എല്ലാ ചട്ടങ്ങളുടെ മര്യാദകളും പ്രതിപക്ഷം ലംഘിക്കുകയാണ് എന്ന വിമർശനവും സ്പീക്കർ ഉയർത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ 12 മണിക്ക് വീണ്ടും സഭ ആരംഭിച്ചപ്പോൾ സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിപക്ഷം ഉയർത്തുകയാണ്. അങ്ങനെ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ചും മനുഷ്യക്കടത്ത് ആരോപിച്ചും അറസ്റ്റ് ചെയ്ത നടപടി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമായി ഉയർത്തിയിരിക്കുകയാണ്. രാവിലെ പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇരുസഭകളിലും എത്തി പ്രതിഷേധം ഉയർത്താൻ തീരുമാനിച്ചത്. അങ്ങനെ രാവിലെ പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം ഉന്നയിച്ചു. ഇരുസഭകളും പ്രക്ഷുബ്ധമായി. സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവെച്ചു. 12 മണിക്ക് സഭ സമ്മേളിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും പാർലമെന്റിൽ ബഹളം തന്നെയാണ്. ഇപ്പോൾ അതായത് സുനിൽ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇന്ന് ഉന്നയിക്കുന്ന വിഷയം ഇപ്പോൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തന്നെയാണല്ലേ? से सहमत है। जो सदस्य प्रस्ताव के पक्ष में है वो हाँ कहे, जो सदस्य प्रस्ताव के विपक्ष में है. സ്മൃതി, എന്തായാലും ലോക്സഭയിൽ ബഹളം തുടരുകയാണ്. ബഹളം അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയാണ് സ്പീക്കറുടെ ചെയറിന് അടുത്തുവരെ എത്തിയാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം ഇപ്പോൾ ലോക്സഭയിൽ തുടരുന്നത്. അങ്ങനെ വളരെ ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. പ്രതിപക്ഷ അംഗങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിലുള്ള പ്രതിപക്ഷ പ്രതികരണം തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിഷയം എന്ന് തോന്നുന്നു. जाने वाली घोषणा माननीय सदस्यगण, जिन्हें आज नियम 377 के अधीन मामले उठाने की अनुमति दी गई है, वो व्यक्तिगत रूप से 20 मिनट के भीतर मामले का अनुमति धन पाठ सभा पटल पर प्रस्तुत कर सकते हैं. ഓപ്പറേഷൻ സിന്ദൂറിലുള്ള ചർച്ചയാണ്. एक मिनट सदा नहीं है मिस्टर, तरीका रखिए. तरीका ठीक नहीं है. माननीय सदस्य, सदन में मांग करने से या किसी विषय पर चर्चा करने से कुछ नहीं होगा. जो भी विषय होगा वह बिजनेस एडवाइज कमेटी में चर्चा से होता है. आप यहाँ पर सदन में बेल में आके मांग करोगे तो नहीं होगा. दूसरा, आप ऑपरेशन नहीं, आपको ऑपरेशन सिंदूर पर चर्चा करनी है नहीं करनी है आपको. अगर करनी है तो आप जाइए सदन के अंदर, और नहीं करनी है तो बताइए. आप मेरे एक सवाल का जवाब दीजिए. आप
आप सब दल के नेता आए थे। सब दल के नेताओं ने सर्वसम्मति से कहा था कि ऑपरेशन सिंदूर पर चर्चा होगी। आप जो मेरे चेंबर में चर्चा करते हो उसके बाद फिर बेल पे आते हुए उचित है क्या? राजनीतिक दल में और नेताओं में कमिटमेंट भी कुछ बार होती है, या तो आप चर्चा करना चाहते नहीं करना चाहते हैं। मैं फिर आपसे कह रहा हूं, आप ऑपरेशन सिंदूर पे चर्चा चाहते नहीं चाहते? चाहते हैं तो सदन के अंदर अपनी सीट पे बैठिए। सदन स्थगित कर दूं? नहीं करना चाहते आप चर्चा? ऑपरेशन सिंदूर पर चर्चा नहीं करना चाहते? कोई भी मुद्दा बेल में उठाने से किसी मुद्दे पर चर्चा नहीं होगी। संसद के अंदर नियम प्रक्रिया है। नियम प्रक्रिया के तहत बिजनेस एडवाइजरी कमेटी के अंदर चर्चा होती है, उसके बाद मुद्दों पर चर्चा होती है। नो, जो कुछ भी अगर आप नहीं चाहते, फिर मैं आपसे अंतिम बार आग्रह करना चाहता हूं कि आप अगर ऑपरेशन सिंदूर के महत्वपूर्ण विषय पर चर्चा नहीं करना चाहते चर्चा, सदन की कार्रवाई आज 1 बजे तक के लिए स्थगित की जाती है। 1 മണി വരെ വീണ്ടും നിർത്തിയിരിക്കുന്നു ലോക്സഭ എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്മേൽ ചർച്ച വേണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ സ്പീക്കർ ഓം ബിർള ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചിരിക്കുന്നത്. വീണ്ടും പി ആർ സുനിലേക്ക്. സുനിൽ, രണ്ടാമത്തെ തവണ സമ്മേളിച്ച സഭ വീണ്ടും ബഹളത്തെ തുടർന്ന് നിർത്തിയിരിക്കുകയാണ്. എന്താണിപ്പോൾ ഉണ്ടായത് ലോക്സഭയിൽ? സ്മൃതി, എന്തായാലും 12 മണിക്ക് ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആരംഭിക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ. ഏതായാലും ഇന്ന് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമമാണ്. ഈ വിഷയം ചർച്ച ചെയ്യണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രാവിലെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിച്ചു. പിന്നീട് ഇരുസഭകളും 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. 12 മണിക്ക് സഭ സമ്മേളിച്ചപ്പോൾ ഇപ്പോൾ രാജ്യസഭ നേരത്തെ തന്നെ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവെച്ചു. ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ ഓം ബിർള ചെയറിലേക്ക് എത്തുകയും ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷം ഈ നിലയിൽ ബഹളം തുടരുകയാണെങ്കിൽ എങ്ങനെ ചർച്ച ആരംഭിക്കാൻ കഴിയും എന്നതാണ് പ്രതിപക്ഷത്തോട് സ്പീക്കർ ഓം ബിർള ചോദിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രതിപക്ഷത്തിന് ചർച്ച ആവശ്യമുണ്ടോ? ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ഇരിപ്പിടത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോകണം എന്ന് പിന്നീട് സ്പീക്കർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉയർത്തി തന്നെയുള്ള പ്രതിഷേധത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ വളരെ ശക്തമായി നിലയുറപ്പിച്ചു. ന്യൂനപക്ഷാംഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ, അവർക്കെതിരായ ഇത്തരം നീക്കങ്ങൾ ഗൌരവമായി എടുക്കണമെന്നും ആ വിഷയം ചർച്ച ചെയ്യണം എന്നും പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ നടുത്തളത്തിൽ തന്നെ തുടർന്നു. സ്പീക്കറുടെ ചെയറിനടുത്തുവരെ എത്തി വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പിന്നീട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിലേക്ക് കടക്കാതെ ലോക്സഭയും ഇപ്പോൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. അങ്ങനെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുകയും ഇപ്പോൾ 2 സഭകളും തുടർച്ചയായി 2 തവണ തടസ്സപ്പെട്ട് 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ശരി, പി ആർ സുനിലാണ് പാർലമെന്റിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.